ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനിപ്പോൾ ഉള്ളത് വെള്ളിയച്ചാൽ ഇടവകയിലെ പള്ളത്ത് എന്ന ഭവനത്തിലാണ്. ആന്റണി സിനി ദമ്പതികളുടെ 5 മക്കളിൽ ഏറ്റവും ഇളയവനായ ജോൺ ബെർഗ്മാൻസ്. കാർലോ ടിവിയുടെ നല്ല മാതൃക എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കുഞ്ഞുകുട്ടി നമുക്കൊരു മാതൃകയായ എങ്ങനെയിരിക്കും? ഒരു ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്ലെസ്ഡ് ഫാമിലിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവരുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇപ്പോൾ നമുക്ക് ഒരു സ്പെഷ്യൽ സ്റ്റാറാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. വിശുദ്ധ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളും 3 വയസ്സുകാരൻ എന്ന ഈ കൊച്ചുമിടുക്കൻ ഒറ്റയടിക്ക് പറയും. നമുക്ക് അവൻ്റെ വിശേഷങ്ങളിലേക്ക് അടക്കാം. അമ്മയാണ് അതിൻ്റെ സൂപ്പർ സ്റ്റാർ എന്ന് ഞങ്ങൾ അറിഞ്ഞു. എങ്ങനെയാണ് അവനെ ഈ ഒരു പഠനത്തിലേക്ക് എത്തിച്ചത്? അവനെ പഠിക്കുക ഞാനല്ല കേട്ടോ, ഞാൻ തന്നെയല്ല, കുടുംബം ഒരുമിച്ചാണ്. ഇപ്പോൾ ഒരു മാസം മുമ്പാണ് തുടങ്ങിയത്. ഇങ്ങനെ പള്ളിയിൽ പറഞ്ഞ ഒരു മാസം കൊണ്ട് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ ഓക്കെ. പള്ളി വികാരിയച്ഛൻ ഇങ്ങനെ മൂത്ത കുഞ്ഞുങ്ങളോട് പഠിച്ചിട്ട് വന്ന ഒരു ഗിഫ്റ്റൊക്കെ ഓഫർ ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഓഫർ ചെയ്തപ്പോൾ ഇവരിരുന്ന് പഠിക്കുന്നത് കേട്ട് ഇവനും പഠിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഒരു ദിവസം ഇവരെല്ലാവരും കൂടെ കളിച്ചുകൊണ്ടിരുന്നപ്പം ഇവൻ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ഉൽപ്പത്തി പുറപ്പാട് ലേവിയർന്ന് പറയാൻ തുടങ്ങി. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇവനും പഠിക്കാൻ പറ്റും. അങ്ങനെ എല്ലാവരും കൂടെ സഹോദരങ്ങളും മൂത്ത സഹോദരങ്ങളും പപ്പയും ഞങ്ങളെല്ലാവരും കൂടെ അവനെ ഇങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പം അവനൊരു ദിവസം ഒരു 5 എണ്ണം വെച്ചൊക്കെ ഇങ്ങനെ പഠിച്ച് ചേച്ചി ഹോസ്റ്റലിലാണ്. അപ്പം ചേച്ചിയെ വിളിച്ച് എല്ലാ ദിവസവും ഇങ്ങനെ പറഞ്ഞൊക്കെ അയച്ചു കൊടുക്കും. അങ്ങനെ ആണ് അവൻ പഠിച്ചത്. വീട്ടിൽ ആരൊക്കെ ഉള്ളതെന്ന് പറയാവോ, കുടുംബാംഗങ്ങളെ പറ്റിയൊക്കെ? ഇവിടെ ഞാനും പപ്പയും ഞങ്ങൾ 5 മക്കളാണ്. ഞങ്ങൾ 3 പേരാണ് ഇവിടെ ഉള്ളൂ. 2 പേര് കടുത്തുരുത്തി SVDയിൽ ഒരു ക്രിസ്ത്യൻ ധ്യാനത്തിന് പോയി. പപ്പയും അവരുടെ കൂടെ തന്നെ ഒഴിവ് സമയങ്ങളിലും ഈശോടൊപ്പം ചെലവഴിക്കാനായിട്ട് അവരെ അനുവദിക്കുന്നു. ഓക്കെ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, നിയമാവർത്തനം, യോശുവ, ന്യായാധിപർ, റൂത്ത്, 1 സാമുവേൽ, 2 സാമുവേൽ, 1 രാജകുമാർ, 2 രാജകുമാർ, 1 ദൈവത്താന്തം, 2 ദൈവത്താന്തം, യേസ്ര, നെഹെമ്യ, തോബിത്ത്, യൂരിത്ത്, എസ്തേർ, നക്കബയർ, അണ്ടുക്കബയർ, ജോബ്, സംഗീതങ്ങൾ, ശുഭാശയങ്ങൾ, സഭാപ്രസംഗൻ, ഉത്തമഗീതം, ജ്ഞാനം, പ്രഭാഷകൻ, യെശയ്യ, ജെറമിയ, വിലാപങ്ങൾ, ബാറൂക്ക്, എസെക്കിയേൽ, ദാനിയേൽ, ഹോസിയ, ജോയൽ, ആമോസ്, ഒബാദിയ, യോന, മിക്ക, നാഹൂ, ഹബക്കൂക്ക്, സെഫനിയ, ഹഗ്ഗായി, സക്കറിയ, മലാക്കി, മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ, അപ്പോസ്തലപ്രവർത്തനങ്ങൾ, റോമ, 2 കൊരിന്ത്യർ, ഗലാത്തിയ, എഫെസോസ്, ഫിലിപ്പി, കൊളോസ്സേ, തെസ്സലോനിക്ക, തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ്, ഫിലമോൻ, എബായ, യാക്കോബ്, പത്രോസ്, 2 പത്രോസ്, യൂദാസ്, അൽബർട്ട്. നമ്മുടെ ഈ കൊച്ചുമിടുക്കന് എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകിയ വെള്ളിയച്ചാൽ ഫെറോണ പള്ളി വികാരിയായ റവറൻഡ് ഡോക്ടർ തോമസ് ജെ പറയടച്ചനാണ് നമ്മളോടൊപ്പം ഉള്ളത്. അച്ഛാ, നമ്മളെ സംബന്ധിച്ച് അച്ഛൻ എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകുന്ന ഒരു കുട്ടിയാണിത്. അച്ഛൻ എന്താണ് ഇവനെ പറ്റി പറയാനുള്ളത്? ഒരു അഭിമാനമായ ഒരു കാര്യമാണ് ഈ അച്ഛൻ്റെ ഈ ഇടവകയെ സംബന്ധിച്ച്. അപ്പോൾ അച്ഛൻ എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ജോൺ ബെർഗ്മാൻസ് 3 വയസ്സേ ഉള്ളൂ, പക്ഷേ പെട്ടെന്ന് ഇത്രയും കാര്യങ്ങൾ പഠിച്ചെടുത്തു. അതിൻ്റെ സാഹചര്യം എങ്ങനെയാണ്? ഞങ്ങളുടെ ഇടവകയിൽ ഇപ്പോൾ ഒരു 10-20ഓളം പേർക്ക് ഈ ബൈബിളിലെ 73 പുസ്തകങ്ങളുടെ പേരറിയാം. അത് അങ്ങനെ പഠിച്ചു പറയുന്ന കുട്ടികൾക്ക് 500 രൂപ ക്യാഷ് അവാർഡ് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോഴത്തേക്ക് കുട്ടികൾ വളരെ താല്പര്യത്തോടെ എടുത്തു. അപ്പോൾ ഈ വീട്ടിൽ ഇപ്പം മാതാപിതാക്കൾ 2 പേർക്കും മക്കൾ 5 പേർക്കും അറിയാം. ഇവർ മുതിർന്നവർ ഇങ്ങനെ ക്യാഷ് അവാർഡൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ പഠിച്ചു തുടങ്ങി. അത് കേട്ട് ഇളയവനും പഠിച്ചു, ജോണ്. അങ്ങനെയാണ് ജോണിന് ഇത് മുഴുവൻ പഠിക്കാനുള്ള കഴിവുണ്ടെന്ന് ഞങ്ങൾ ശ്രദ്ധിച്ച് ഇവർ തന്നെ ആന്റണിയും സിനിയുമാണ് ഇതിൻ്റെ മുഴുവൻ പ്രചോദനം ഈ കുടുംബത്തിന്. ഇവരെല്ലാവരും പഠിച്ചു എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ. അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പള്ളിയിൽ വിളിച്ച് അവന് പ്രോത്സാഹനവും സമ്മാനം കൊടുത്തു. ഞാനും കേൾക്കാരന്മാരൊക്കെ ഇവിടെ വന്നായിരുന്നു. അങ്ങനെയാണ് ഇത് രൂപപ്പെട്ട് വന്നത്. അപ്പോൾ നിങ്ങൾ വന്നതിൽ പ്രത്യേക സന്തോഷമുണ്ട്. ജോൺ ബെർഗ്മാൻസിൻ്റെ നല്ല മാതൃക ഒത്തിരി പേർക്ക് കിട്ടട്ടെ.